ഈസി സ്റ്റിച്ചിങ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 40ൻ്റെ ബ്ലൗസാണ്. അപ്പോൾ ചാനലിലേക്ക് ആരാദ്യം വന്നാലും ആദ്യം ചെയ്യേണ്ടത് അളവെടുക്കുന്ന വീഡിയോ കാണുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ അളവിലുള്ള ബ്ലൗസോ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലൗസോ കാണുക. കാരണം ഞാൻ വെറും 5 അളവുകൾ വെച്ചാണ് ബ്ലൗസ് ചെയ്യുന്നത്. തരുന്നവരെല്ലാം 5 അളവ് തന്നെയാണ് തരികയും ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചേച്ചി പറയാണ് ബ്ലൗസ് തയ്ച്ച് മടുത്തെന്ന്. ഞാൻ പറഞ്ഞു, അവരളവ് തന്നു. അളവ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു അളവ് തെറ്റാണ്, നിങ്ങൾ അളവ് തരേണ്ട വീഡിയോ കണ്ടിട്ട് അളവ് തരാൻ പറഞ്ഞു. അപ്പോൾ അവരളവ് ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ അളവ് വന്നു. പിന്നെ ഇതൊന്നുമില്ല, എനിക്ക് അവർ വർഷങ്ങളായിട്ട് തയ്ക്കുന്നതാണ്. അപ്പോൾ അവർ ശരിക്കും കറക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ റിപ്ലൈ ഒന്നും വരാത്തത്. അപ്പോൾ അതുപോലെ അളവ് എടുക്കേണ്ട വീഡിയോ നിങ്ങൾ ആദ്യം കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. കാരണം 5 അളവുകൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇപ്പം ബോഡിയിൽ നിന്ന് തന്നെ എടുക്കണം, പഴയ ബ്ലൗസ് ഒന്നും എടുക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 40ൻ്റെ ഫ്രണ്ട് ബാക്ക് സെറ്റിങ്സും സ്റ്റിച്ചിങ്സുമാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമ്മുടെ മെഷർമെൻറ്റ് ഇതാണ് 40-36. അപ്പോൾ 40-36 എന്ന് പറഞ്ഞ മെഷർമെൻറ്റൊക്കെ നോക്കി വയ്ക്കുക. ഞാനിവിടെ 1, 2, 3, 4, 5 അളവേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ ചെയ്യണത്. അപ്പോൾ ഇവിടെ 24.5 വേണം. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 24.5 ബാക്ക്. അതായത് 40 എന്ന് പറയുമ്പോൾ പകുതി 20. 40 എന്ന് പറയുമ്പോൾ നമ്മൾ 39 ചെയ്യേണ്ട. അതായത് സാധാ ബ്ലൗസ്, നമ്മളെ ഓർഡിനറി ബ്ലൗസ് 40 നമ്മളെ ബോഡിയിൽ നിന്ന് നിങ്ങൾ ചുറ്റിയെടുക്കുമ്പോൾ കിട്ടണ 40 ആണെങ്കിൽ 39 ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും. അപ്പോൾ 1 ഇഞ്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ആ റേഞ്ച് ഇവിടെ കുറയുന്നത്. ഒരു 21.5 ഉണ്ട്. 21 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഇഞ്ച് കുറച്ചാണ് ആ റേഞ്ച്. അപ്പോൾ 22ആണ് ശരിക്കും പറയുന്നത്. അതായത് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസ് 2 ഇഞ്ചാണ്. ആ കാണുന്ന 22. 20 എന്ന് പറയുമ്പോൾ 40 + 2 ഇഞ്ച്, അങ്ങനെയാണ് 22. അപ്പോൾ ആ റേഞ്ച് കുറയും. അപ്പുറത്തും ഫ്രണ്ട് പീസിന് ആ റേഞ്ച് കുറയുമ്പം മൊത്തം ചുറ്റളവിൽ 1 ഇഞ്ച് കുറഞ്ഞു. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി താഴെ എത്രയാണ് വേണ്ടത്? 36 അല്ലേ ഇവിടെ. അപ്പോൾ 35ൻ്റെ പകുതി 17.5 + 2 ഇഞ്ച്. അപ്പോൾ 19.5 വേണം. 19.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. 19.5 പകുതി എടുത്താൽ 9.25 വരും. ആ 9.25 സെൻറ്ററാക്കി വയ്ക്കുക. 9.25 സെൻറ്ററാക്കി വയ്ക്കുക. ഇത് ബാക്കിൻ്റെ സെറ്റിങ്സ് ആണ്. 19.5. അപ്പോൾ അത് കറക്റ്റായി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പം 19.5 21.5. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ഇഞ്ച് നമ്മൾ കൂട്ടി വെച്ചല്ലോ, അത് നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വരിക. അതിനാണ് ഈ ഫ്രണ്ട് പീസ് വെച്ച് ബാക്ക് പീസ് വെച്ച് നിങ്ങൾ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ വരേണ്ടതെല്ലാം വരുമെന്ന് പറയാൻ കാര്യം അതാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. മേളിൽ ഈ മാർക്ക് തന്നെ, ഈ ബാക്കിലെ മാർക്ക് തന്നെ ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ആ തയ്യൽ തുമ്പ് തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റായിരിക്കും അത്. അതായത് ഇവിടെ ആം ഹോൾ കറക്റ്റായിരിക്കണം, ഇവിടെ ആം ഹോൾ കറക്റ്റായിരിക്കണം, ടോപ്പ് ലെവലായിരിക്കണം. പിന്നെ ഈ അടിഭാഗം കറക്റ്റായിരിക്കണം, ഈ അടിഭാഗം എല്ലാം കറക്റ്റായിരിക്കണം. ഇവിടെ ഗ്യാപ്പ് 3 ഇഞ്ച് വരെയും വേണം. അത് നിങ്ങളുടെ ബ്ലൗസ് കറക്റ്റാണ്. കറക്റ്റ് 3 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മേളിൽ കഴിഞ്ഞു. ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ 9.5 വരുന്നുണ്ട്. 9.5 വരെ 18, 19 വരും. അപ്പോൾ അത് കറക്റ്റായി. 35 കറക്റ്റായി. അല്ല 39 കറക്റ്റായി. ഇവിടെ നിന്ന് എടുക്കണം. ഇതിൻ്റെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ 35ൻ്റെ പകുതി എന്ന് പറയണത് 17.5. 17.5 2 ഇഞ്ച് കുറയ്ക്കണം. നമ്മൾ ബാക്കിൽ വെച്ച് 2 ഇഞ്ച് ഇവിടെ ഫ്രണ്ടിൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പം 15.5 വരും. 15.5യുടെ പകുതി 7.25. ആ 7.25 നമ്മളിവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അതായത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിർത്താലും കുഴപ്പമൊന്നുമില്ല. 7.25 നമ്മളൊരു 1/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 1/4 ഇഞ്ച് ഇത് കയറി നിൽക്കുമല്ലോ, ഈ ഹൂക്സ്
കയറ്റിയുടെ മുക്കേറിക്കില്ല, അത് വിട്ടിട്ട് വെച്ച് കൊടുക്കുക. ഇത് വേറെ രീതിയിലാണ്, നിങ്ങൾക്ക് അറിയുന്ന രീതിയിലാണ് ഈ ഹൂക്ക് പട്ടി ഞാൻ ചെയ്തേക്കുന്നത്. ഒരു സൈഡ് കൂടുതൽ, ഒരു സൈഡ് കുറവ്. ഇവിടെ ഈ ഹൂക്കിൻ്റെ ഈ ഭാഗം വിട്ട് ഇവിടെ വിടരുത്. ഇവിടെ ഈ ഹൂക്കിൻ്റെ പൊസിഷൻ, അതായത് ഇത് ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് വിട്ടിട്ട് 7.25 മാർക്ക് ചെയ്യുക. കറക്റ്റായിരിക്കും, ഇത് കറക്റ്റായിട്ട് വരണുണ്ട്. ഈ താഴത്തെ വരയുടെ ഇത് കണക്കാക്കി വരണുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇവിടെ കറക്റ്റ് 3 ഇഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം കറക്റ്റ് ലെവലാണെങ്കിൽ താഴത്തെ മാർക്ക് മേളിൽ മാർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് വന്നോളും. ഞാൻ പിന്നെ അളന്ന് കാണിക്കണം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മൾ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാണ്. എപ്പോഴും ചെയ്യും പോലെ ഈ ഇതെടുക്കുക, ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻറ്റ് ആം ഹോൾ സൈഡാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, നെക്ക് സൈഡല്ല. ആം ഹോൾ സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് എടുക്കണം. ആം ഹോൾ സൈഡ് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ഒപ്പം വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആം ഹോൾ സൈഡ് എപ്പോഴും കറക്റ്റായിരിക്കണം, അതാണ് നമ്മുടെ മാർക്ക്. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കുക, 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലേ നിങ്ങൾക്കത് തെറ്റില്ലാതെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി, അതവിടെ കിടന്നോളും. വർണ്ണവർക്ക് കാലാകാലങ്ങളിൽ വർണ്ണവർക്കൊക്കെ കണ്ടോളാം. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല. ഞാനിങ്ങനെ ചെയ്യുകയുള്ളൂ. ഒരു ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതുപോലെ 4 പാർട്ടായിട്ട് ചെയ്യുള്ളൂ, എങ്കിലേ ഉപയോഗമുള്ളൂ. കാരണം ഇത്രയധികം വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴും ഒരു ബ്ലൗസിന് അളവെടുക്കാറില്ലാത്ത ഒരുപാട് പേരുണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണ്. 2-3 തുണി വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ചെയ്യുന്നതും. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ എടുക്കുക, കറക്റ്റ് നമ്മുടെ ആ 2 പോയിൻറ്റും പിടിച്ചെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്തെടുത്തല്ലോ, അത് കണക്കാക്കി എടുക്കുക. ഇത് എപ്പോഴും താഴെന്ന് തയ്ച്ച് പോരുക. നിങ്ങൾ താഴെന്ന് തയ്ച്ച് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇതേപോലെ ഇവിടുത്തെ പോയിൻറ്റും പിടിച്ചേക്കുക. പിടിച്ചിട്ട് കറക്റ്റ് ആ ലൈനിൽ കൂടി നിങ്ങൾ തയ്ച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുകയൊന്നുമില്ല, കൃത്യമായിരിക്കും അത്. ഇവിടെ ഇച്ചിരി ഈ കാണുന്ന ഒരു 4 ഇഞ്ച് വരണത് നിങ്ങൾ ടെൻഷനാകുകയും ചെയ്യരുത്. അത് നമുക്ക് തട്ടിയും കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. അത് വേറെ വിഷയമൊന്നും അവിടെ വരാനില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആ ലൈനിൽ കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡും കറക്റ്റായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിരിക്കും. ഞാൻ തയ്ച്ചിട്ട് കറക്റ്റായിട്ട് അളന്ന് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റഡി ആയിരിക്കണം, താഴെയും മേളിലൊക്കെ സ്റ്റഡി ആയിരിക്കണം. ഇത് ഫ്രീ ആയിരിക്കണം. ഈ എക്സസ് വരണത് ഇതേ ആ കത്തിരി എടുത്തിട്ട് വെട്ടം കൂടെ കൊടുത്താൽ മതി. അതിനിപ്പോൾ ആലോചിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ കാരണം ഇത് മാക്സിമം നിങ്ങൾ 1.5 ഇഞ്ച് വയ്ക്കാവോ. 1.5 ഇഞ്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചുരുണ്ട് അവിടെ ഇരിക്കും. അതേപോലെ ഇതിങ്ങനെ നിൽക്കല്ലേ, ഇതൊന്ന് ലെവൽ ചെയ്ത് നോക്കിയിട്ട് ആ 4 ഇഞ്ച് അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ മതി. വേറെ അവിടെ ഒന്നും സംഭവിക്കാനില്ല. ഒരു ഇത്ര അത് ഒന്നും ഇതിന് വേണ്ടിയിട്ട് ബാക്കിൽ ടക്ക് പിടിക്കാനൊന്നും നിൽക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത് ഒത്തിരി 3/4 ഇഞ്ചൊക്കെ വരികയാണെങ്കിൽ മാത്രം ടക്ക് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ പിടിക്കുക. ഇത് കണ്ടോ, ഇത് ഹൂക്കുള്ളിലേക്ക് പോകുന്ന വീപ്പട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ പിടിക്കുക, ഇത് രണ്ടും കൂടെ പിടിച്ച് നോക്കുക. കറക്റ്റ് സെൻറ്റർ കറക്റ്റ് രണ്ടും ഒരേപോലെ വരണ്ടോന്ന് നോക്കിയാൽ മതി. ഇതേപോലെ വരണം. വന്ന ബ്ലൗസ് പക്കയാണ്. അപ്പോൾ ഇത് അളന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. അളക്കേണ്ടത് അളക്കുമ്പോൾ ശ്രദ്ധിച്ച് അളക്കണം. ഇത് അളന്ന് നോക്കേണ്ടത് ഇതിനകത്തു നിന്നാണ്. ഈ ഹൂക്കിൻ്റെ പോയിൻറ്റ് വിട്ടിട്ടാണ് അളക്കേണ്ടത്. വിട്ടിട്ട് അളക്കണം. കാരണം അത് കയറി നിൽക്കുന്നതാണ്, ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതാണ്. അവിടെ നിന്നാണ് നമുക്ക് 35 വേണ്ടത്. കൃത്യം ഇവിടെ ഒരു പൊടിക്ക് കൂടുതലുണ്ട്, ഒരു 1/2 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് കൂടി സൈഡിലേക്ക്, 4 ഇഞ്ച് ഇടാനില്ല, ഒരു നൂൽ കനം കൂടി സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് 35 വന്നിരിക്കും. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതലുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇത്ര ഈ കാണുന്ന പോയിൻറ്റ്
കാലഞ്ചൊന്നും പറയാനില്ല. കാലഞ്ചിട്ട് കഴിഞ്ഞാൽ 1 ഇഞ്ച് 34 ആയിപ്പോവും. ഇത്രയും കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി ഒരു തയ്യലൂടെ കൊടുക്കുക 2 സൈഡും. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബാക്ക് അറ്റാച്ച്മെൻറ്റ് വീഡിയോ കഴിഞ്ഞു. അടുത്ത ഇതിൻ്റെ സ്ലീവാണ്. സ്ലീവോട് കൂടി ഇതിൻ്റെ വീഡിയോയും കഴിയും. അപ്പോൾ അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.